സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആ പളുങ്കുന്ന തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എന്മണാളാ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എന്മണാളാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 41 സങ്കീർത്തനം 9 വാക്യം. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുന്നതിനുമായ എൻ്റെ പ്രാണ സ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഒറ്റിക്കൊടുക്കൽ പോലെ മൂർച്ചയുള്ള വേദന ജീവിതത്തെ തകർത്ത് കളയുന്നതാണ്. ഒരപരിചിതൻ്റെ അപമാനം നമുക്ക് വേദന ഉണ്ടാക്കാം. എന്നാൽ ഒരു സുഹൃത്ത് അവശേഷിപ്പിച്ച മുറിവ് ആഴത്തിൽ നമ്മെ വേദനിപ്പിക്കും. ദാവീദ് ഈ വേദന അനുഭവിച്ചയാളാണ്. തൻ്റെ മേശ പങ്കിട്ട് താൻ വിശ്വസിച്ച് സ്നേഹിച്ച തൻ്റെ സ്നേഹിതരെക്കുറിച്ചാണ് ദാവീദ് ഈ വാക്യത്തിൽ പരാമർശിക്കുന്നത്. പുരാതന സംസ്കാരത്തിൽ ഭക്ഷണം പങ്കുവെക്കുന്നത് കൂട്ടായ്മയും വിശ്വസ്തയും കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരുവൻ നമുക്കെതിരെ തിരിയുന്നത് വേദനാജനവും അപമാനകരവുമായിരുന്നു. ദാവീദിൻ്റെ ഈ വാക്കുകൾ പ്രവചനാത്മകമാണ്. യോഹന്നാൻ 13:18 തൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ച ശേഷം ഒരു ചുംബനത്തിലൂടെ തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെക്കുറിച്ച് യേശു ഈ വാക്യം ഉദ്ധരിക്കുന്നു. ദാവീദിനെ ഒറ്റിക്കൊടുത്തെങ്കിലും ദൈവം അവനെ സംരക്ഷിക്കുന്നു. അവൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നു. യൂദാസിൻ്റെ വിശ്വാസവഞ്ചന ദൈവത്തിൻ്റെ പദ്ധതികളെ തടഞ്ഞില്ല. പ്രിയ സ്നേഹിതരെ, മറ്റുള്ളവർ തിന്മയ്ക്കായി ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ കഴിയും. വിശ്വാസവഞ്ചന നമ്മുടെ പദ്ധതികളെ തടസ്സപ്പെടുത്താം. എന്നാൽ ദൈവത്തിന് വിശ്വസ്തയെ തടസ്സപ്പെടുത്തുവാൻ സാധ്യമല്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, കൂടെ നിൽക്കുന്നവർ പോലും എന്നെ പകയ്ക്കുമ്പോൾ നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.